ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിൽ ഇനി നിങ്ങളെ ചിരിപ്പിക്കാൻ എത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെടുന്ന 3 പേരാണ്. നമുക്ക് അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം സെൽവരാജ്, മനു കുമ്പാരി ആൻഡ് ശ്യാം കടക്കാവൂർ. എന്റെ മുതലാളിയുടെ ഓരോരോ കാര്യങ്ങളെ സ്വന്തം ഭാര്യക്ക് മീൻകറി വെക്കാൻ അറിഞ്ഞൂടെന്ന് പറഞ്ഞോണ്ട് ആ ഭാര്യ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിട്ട് ഷാപ്പി മീൻകറി വെച്ചോണ്ടിരുന്ന് എന്നെ പിടിച്ച് ഈ വീട്ടിൽ കൊണ്ട് നിർത്തിയേക്കുന്നു. ഇതിപ്പോ എനിക്ക് ഭ്രാന്തായതാണ്, അതാ മുതലാളിക്ക് ഭ്രാന്തായതാണ്. ഒരു പിടുത്തവും കിട്ടില്ല, എന്തുവാന്ന് പറഞ്ഞൂടല്ലേ ദൈവമേ. മണിയാ മുതലാളി കഴിക്കുന്നോടാ. എനിക്ക് വേണ്ട മുതലാളി. കഴിക്കടാ. വേണ്ട മുതലാളി, എനിക്ക് വേണ്ട മുതലാളി. എന്റെ മുതലാളി എന്തൊരു മനുഷ്യനാ മുതലാളി. സ്വന്തം ഭാര്യയെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടുക എന്ന് പറഞ്ഞാൽ എന്തൊരു മോശമായിട്ടുള്ള കാര്യമാണ്. എടാ അവക്ക് മീൻകറി വെക്കാൻ അറിഞ്ഞൂടാ. എന്റെ മുതലാളി കേരളത്തിലുള്ള ഒട്ടുമിക്ക പെണ്ണുങ്ങൾക്ക് മീൻകറി വെക്കാൻ അറിയാം. നീ എവിടെ മീൻകറി കൂട്ടിയിട്ടുണ്ടോ? ഇല്ല. അതിനെക്കാട്ടി നല്ലത് എന്താണെന്നറിയോ? പച്ച മീനെടുത്ത് മുളവിലും മല്ലിയിലും മുക്കിയിട്ട് കടിക്കുന്നതാണ് നല്ലത്. അത്രയ്ക്ക് കൊള്ളൂലെന്ന്. മീൻകറി കൊള്ളത്തില്ല. എന്റെ മുതലാളിക്ക് ഇപ്പോഴും ഭാര്യയുടെ വില അറിയത്തില്ല. എന്ത്? അതുകൊണ്ടാണ് ഈ വർത്താനം പറയണത്. മുതലാളി ഈ കൂട്ട കുടി കുടിക്കുന്നുണ്ടല്ലോ ഭാര്യ ഇറക്കി വിട്ട്. മുതലാളി ഒന്ന് ആലോചിച്ചോ, എപ്പോഴെങ്കിലും ബോധം കെട്ട് ഒരു ദിവസം തളർന്ന് വീഴും. ആ സമയത്ത് മുതലാളിയുടെ കുഞ്ചു വിരല് പോലും അനങ്ങാതിരിക്കുന്ന ആ സമയത്ത് മുതലാളി മനസ്സിലാക്കും മുതലാളിയുടെ ഭാര്യ കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ നല്ലതായിരുന്നു എന്ന്. കുഞ്ചു വിരല് പോലും അനങ്ങാതെ നടക്കുമ്പോ എനിക്ക് എന്തിനാണ് ഭാര്യ ക്യൂട്ടസ് ഇടാൻ? അതിന്റെ ആവശ്യമില്ല. മീൻകറി വെക്കാൻ അറിഞ്ഞൂടാത്തവള്. എന്റെ മുതലാളി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വല്ലതും അറിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. എന്ത്? മുതലാളി രൂപയുടെ മൂല്യം ഇടിഞ്ഞു. ആഗോള സമ്പദ്ഘടന എന്ത് പറ്റുമെന്ന് അറിയാതെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു മുതലാളി, ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു. ഞാനാ ഇടിച്ചിട്ടത്? അല്ല. പിന്നെ എന്റെ അടുത്ത് ഒന്ന് ചൂടാവേണ്ട കാര്യം എന്തോന്ന്? ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞത് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുത്. നീ പറയേണ്ടത് നിന്റെ വീടിന്റെ പിറകുവശത്തെ മതിലിടിഞ്ഞാൽ എന്റെ അടുത്ത് ഒന്ന് പറയണം. നീ നടന്നു വരുന്ന വഴിയിൽ മരം ഒടിഞ്ഞു വീണാ എന്റെ അടുത്ത് ഒന്ന് പറയണം. ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു വീണാന്ന് പറയേണ്ട കാര്യം എന്തോന്ന്? പറയാൻ പറ്റുന്ന കാര്യങ്ങളെ പറയാവൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ ഞാൻ ഈ ജോലി അങ്ങ് രാജിവെക്കുക. എനിക്ക് ഈ ജോലി വേണ്ട, ഞാൻ ഷാപ്പിലോട്ട് പോവുക. അതല്ലെങ്കിലും അങ്ങനെയാണ്. ഷാപ്പിലെ പൂച്ചയെടുത്തൊന്ന് കുളിപ്പിച്ച് പേശയും പൂച്ചയാക്കാൻ നിന്നാ നടക്കൂല. പൊക്കോ. ഞാൻ പോവും. എത്ര രൂപ നിന്റെ ഷാപ്പിലെ ശമ്പളം? 1300 രൂപ. നിനക്ക് 2500 രൂപയും അൺലിമിറ്റഡ് കല്ലും ഞാൻ തരും. പോരുന്നോ നീ? മുതലാളി, ഞാൻ മൂലമറ്റ ഷാപ്പിലായിരുന്ന സമയത്ത് എനിക്കറിയാം വരാല് പിടിക്കുന്നതൊക്കെ നീ വരുമെന്ന്. മുതലാളി മൂലമറ്റ ഷാപ്പിൽ വെച്ച് കാന്താരി മുളക് കൊണ്ട് ഐറ്റം ഉണ്ടായിരുന്നു. അതായത് ഈ കാന്താരി മുളക് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇതൊരു മസാല അങ്ങ് ആക്കും. എന്നിട്ട് നേരെ ചെമ്മീനുണ്ടല്ല, ഈ ചെമ്മീനകത്തോട്ട് ഇതിങ്ങ് തേച്ചങ്ങ് പിടിപ്പിക്കും. ഇത് തേച്ച് നല്ല സെറ്റായി വരാതെടുത്ത് ഒരു പാനിനകത്ത് ഒരു വാഴയിലയും വെച്ച് അതിനകത്തോട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ചെമ്മീൻ ഓരോന്നും എടുത്ത് അങ്ങോട്ട് ഇടും. ഇതൊക്കെ മൂത്ത് വരാൻ നേരത്ത് ഒരു നല്ല കാന്താരിയുടെ സ്മെല്ലങ്ങ് വരും. ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തറിയാവോ, ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങാപ്പാലെടുത്ത് ഒഴിക്കും. ഈ തേങ്ങാപ്പാലങ്ങ് മൂത്ത് ഈ ചെമ്മീൻ അതിനകത്ത് കിടന്ന് വരുമ്പോ ഒരു ബ്രൗണിഷ് ഒരു ഗ്രീനിഷ് ഫ്ലേവർ ആവും. ഈ സമയത്ത് അതിനകത്തുനിന്ന് ഒരു ചെമ്മീൻ ഇങ്ങനെ എടുത്ത് വായിക്കാത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്റെ മുതലാളി രുചി വന്ന് ഉച്ചിയിലടിക്കും. വേണോ? വേണം. അയ്യോ വേണം. എന്നാ ടേസ്റ്റ് ആണെന്ന് അറിയാവോ? നല്ല രുചിയായിരിക്കും. ടേസ്റ്റ് കിട്ടണം. ഇല്ലെങ്കിൽ കാന്താരി മുളക് ഉടച്ച് ഞാൻ മൂലമറ്റം തേക്കും. കഴിക്കുന്നുണ്ടോ? എനിക്ക് വേണ്ട മുതലാളി. വേണ്ടേ? എനിക്കൊന്നും വേണ്ട. അല്ല മുതലാളി അമേരിക്കയിലായിരുന്ന സമയത്തുള്ള സെറ്റപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? അമേരിക്കയിൽ ഒരുത്തുണ്ടായിരുന്നു കേട്ടോ, മീൻകറിയിലെ വിദഗ്ധരായിട്ടുള്ള ഒരു സായിപ്പ് ഉണ്ടായിരുന്നു. ഈ സായിപ്പ് എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഉഗ്രം മീൻകറി വെക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഫസ്റ്റ് ദിവസം തന്നെ മീൻകറി വെച്ചിട്ട് ഞാൻ പറഞ്ഞങ്ങോട്ട്. അതെന്നാ കാര്യം? ഒന്നും വിടാതെ മീൻകറി വെച്ചെന്ന്. സായിപ്പന്മാരൊക്കെ അല്ലേ, അതവരുടെ ഒരു ശീലമാണ്, അവരങ്ങനെയാണ് ചെയ്യുന്നത്. അല്ല അതവരുടെ ഒരു ഇതാണല്ലോ. ഇപ്പൊ കോളത്തൊന്ന് നോക്കണം, അവരങ്ങനെ തന്നെയാണ് അവിടെ കിടക്കുന്നത്. അതാണ് പറഞ്ഞത്. പിന്നെ മസാല ഇട്ടില്ലെന്ന്. സായിപ്പന്മാരാ? സായിപ്പന്മാർക്കാണ് ഏറ്റവും കൂടുതൽ മസാലയുള്ള. ചുമ്മാ മിണ്ടാതിരി മുതലാളി, അങ്ങനെയൊന്നും പറയല്ലേ. എടോ മീൻകറിയിൽ മസാല ഇട്ടില്ലെന്ന്. മീൻകറിയില്ല? അതെ. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഈ പറയുന്ന മാഡത്തിന് ഇപ്പൊ ഇവിടെ ഇറക്കി വിട്ട് മീൻകറിയിൽ ഇതില്ലെന്ന് പറഞ്ഞു. ഈ ചോദിക്കാനായിട്ട് മറ്റേ നമ്മുടെ ബോബി സാറുണ്ടല്ലോ, മാഡത്തിന്റെ ആകള, പുള്ളി എങ്ങാനും വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. എന്ത് ബോബി സാർ വന്നു കഴിഞ്ഞാൽ എന്താ വിഷയം? ബോബി സാർ ഭയങ്കര ഗുണ്ടയാണ്, എല്ലാരും പിടിച്ച് ഇടിക്കുന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പാതിരാത്രി സ്വന്തം മൂത്രം ഒഴി വരുന്നുണ്ടിട്ട് പെരുമ്പാമ്പാണെന്നും പറഞ്ഞ് അതിനെ അടിച്ച് പൊട്ടിച്ച് ദേഹത്ത് എറിപ്പിച്ചാണ് അവനെ പേടിക്കേണ്ട കാര്യം എന്തോന്നു മുതലാളി? അവിടുന്ന് ഒരു കാറ് വരുന്നുണ്ട് ഗേറ്റിന്റെ ഇങ്ങോട്ട്. കാറാ? അല്ല അത് നമ്മുടെ വീട്ടിലോട്ടല്ല കേട്ടാ. അല്ലല്ല തുറന്നിട്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇല്ലടാ, ആര് വന്നാലും നിനക്ക് പേടിക്കേണ്ട കാര്യം എന്താ? അല്ലല്ലോ ബോബി സാർ തന്നെ. ബോബി സാർ വന്നാൽ പേടിക്കേണ്ട കാര്യം ഞാൻ ഇല്ലേ, ഞാൻ സംസാരിക്കൂലേ. പിന്നെ എനിക്കെന്തോ പേടി? ഞാൻ കൂടെ നിൽക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. മുതലാളിയെ പേടിപ്പിക്കാനായിട്ട് വരുന്ന എനിക്ക് പിന്നെ ഇറങ്ങി വേണ. ആരാണാവോ? നീ ആരാണ്? ഞാനോ? ഇവിടെ ചോദിച്ചാ മതി. നീ ആരാണ്? അതല്ലെന്ന്, പിന്നെ ഇവിടെ ചോദിച്ചാ മതി. അവിടെ ആരും ഇല്ലല്ലോ.
മുതലാളി ഇട്ട് കളഞ്ഞിട്ട് പോയിക്കളഞ്ഞ. എടാ ആടാ നീ ഞാൻ ഷാപ്പിലെ പണി. അമ്പലത്തിലും പള്ളിയിലൂടെ മണി ഷാപ്പിലെന്തിന്റെ മണി അടിച്ചിട്ട് വന്ന് അടിക്കാനാ അതല്ല പിന്നെ ഞാൻ ഷാപ്പിൽ കറി വെക്കുന്ന മണി. നീയാണോ മണി? ഓ, ഞാനാ. ആഹാ നീ കാരണമാണ് എന്റെ പെങ്ങളോട് പോകാൻ കാരണം അല്ലടാ. ഞാനെന്തോ ചെയ്തു? നീ അറിയണം ആ. മീൻ കറി വെക്കാൻ അറിഞ്ഞോടെന്ന് പറഞ്ഞ് എന്റെ പെങ്ങൾ എന്റെ അളി ഇവിടുന്ന് അടിച്ചിറക്കിയെന്ന്. എടാ അവളെ ഞാൻ കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ചറിയാമോ? ഞാൻ അവളെ +2 പഠിപ്പിച്ച് BCom പഠിപ്പിച്ച് MTech പഠിപ്പിച്ച് അറിയാമോ? മീൻ കറി വെക്കാൻ പഠിപ്പിച്ചിരുന്നെങ്കിൽ മുതലാളി ഇവിടെ ഇറക്കി വിടുമായിരുന്നു. ഇത്രയൊക്കെ പഠിപ്പിച്ചപ്പോ അതും കൂടെ പഠിപ്പിക്കണമായിരുന്നു. അവനെ ഇറക്കി വിടാ. ഇറക്കി വിടാൻ? ഇറക്കി വിടാ അവനെ. ഇറക്കി വിട്ടിട്ട് എന്ത് ചെയ്യണം? ഗോപി വന്നിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടേ ഞാൻ പോകും. ഏ? കൊടുത്തിട്ടേ ഞാൻ പോകും. എന്തോ കൊടുക്കുമെന്ന് പറഞ്ഞു. എന്തോ കൊടുക്കുന്നു അല്ല പുതിയ ഷാപ്പിലെ കറിക്കാരൻ വന്നു. അപ്പൊ മീനൊക്കെ വെട്ടാനും കാടൊക്കെ വെട്ടാനും ഒരു കത്തി വേണമല്ലോ. ആണല്ലേ? അല്ല അളിയ തോക്കോട്ട് ഇവിടെ. എനിക്ക് ഈ വെടിയിറച്ചി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനൊരു 2 കിലോ ബീഫ് മേടിച്ച് എന്റെ റൂമിനകത്ത് കെട്ടി തൂക്കിയിട്ടിട്ട് ഒരു 4 റൗണ്ട് വെടി വെച്ചിട്ട് വന്ന് നിൽക്കുന്ന അളിയന് വേണോ വെടിയിറച്ചി? അല്ല ഞാൻ കഴിക്കാം അളിയ എന്നാലും സങ്കടം ഉണ്ട് അളിയ. ഏ? മീൻ കറി വെക്കൂലെന്നും പറഞ്ഞിട്ട് അവളെ എന്തിനാ അടിച്ചിറക്കിയത്? കഷ്ടമുണ്ട് കേട്ടോ എന്റെ പെങ്ങളെ കാര്യം മനസ്സിലാക്കണം. അതിനിപ്പോ എന്ത് വേണമെന്നാണ് പറയുന്നത്? എന്ത് വേണമെന്നാണ് അവളെ പറയുന്നത്? വിളിച്ചോണ്ട് വരണം അളിയ. എനിക്ക് താല്പര്യമില്ല. ഈ മീൻ കറി വെക്കാൻ അറിഞ്ഞോണെന്ന് പറഞ്ഞാൽ പറഞ്ഞു വിട്ടത്. മീൻ കറി വെക്കാൻ പഠിപ്പിച്ചിട്ട് ഞാൻ അവിടെ കൊണ്ടുവന്നാക്കാം. എന്നാത്തിന്? ഏ അതിന് രീതി കൊണ്ടുവരണം. അത് ഇവിടെ ഞാനുണ്ടല്ലോ അഥവാ പഠിച്ചു കഴിയുവാണെന്നുണ്ട് മൂലമറ്റത്തെ ഷാപ്പില് എന്റെ ഒരു ഒഴിവുണ്ട്, വേണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകും. ഇത്രയും പഠിപ്പിച്ചിട്ട് പെങ്ങളെ ഷാപ്പിൽ കൊണ്ട് ആക്കാനാടാ? അല്ല പിന്നെ എനിക്ക് ജോലി കിട്ടി ഞാൻ ആവശ്യമുള്ള കാര്യം പറയരുത്. കുടുംബാരത്തിൽ നീ ഇടപെടരുത്. ഞാൻ- അല്ല എവന് മീൻ കറി വെക്കാൻ അറിയാമോ അവന്? ഒരു മീനെ ഇങ്ങിട്ടിട്ടിട്ട് അതിന്റെ ചെകിള പൊക്കാതെ ഞാൻ പറയും ഇത് ചീഞ്ഞതാണോ അല്ലയോ. അതൊക്കെ പറയും. എനിക്കും ഈ ഒരു സെയിം അവസ്ഥ ഉണ്ടായിരുന്നു. എന്താണ്? ഈ കാണുന്ന മുതലാളിയില്ലേ, അപ്പൊ മീൻ കറി വെക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് ഭാര്യ ഇറക്കി വിട്ടില്ലേ, ആ. ഇതുപോലെ തന്നെയായിരുന്നു എന്റെ അച്ഛനും. ആണോ? എന്റെ അമ്മച്ചിക്ക് പഴങ്കഞ്ഞിയും മീൻ കറി ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അമ്മച്ചി ആ ദേഷ്യത്തിൽ എന്ത് ചെയ്തെന്ന് അറിയാവാ? പുറത്ത് പോയി പഴങ്കഞ്ഞിയും മീൻ കറിയും വെക്കാൻ പഠിച്ചു. എന്നിട്ട് അച്ഛൻ വിളിച്ചോണ്ട് വന്നാ അമ്മച്ചി? ഇല്ല പിന്നെ അമ്മച്ചി ഇപ്പൊ അടൂര് അമ്മച്ചി കട എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പഴങ്കഞ്ഞി കട തുടങ്ങി. അവിടെ ഇപ്പൊ നിൽക്കുവാണ്. ആണോ? അച്ഛൻ ഇടക്കിടക്കെ കൊണ്ട് ചെല്ലും, പക്ഷെ അമ്മച്ചി മൈൻഡ് ചെയ്തില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്താണ്? ഈ ഭാര്യ ഭർത്ത ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ പക്ഷികളെ കണ്ടുപഠിക്കണം. പക്ഷികളിൽ നിന്നൊന്നും പഠിക്കാനൊന്നുമില്ല. ആര് പറഞ്ഞു? എന്ത് പഠിക്കണം? പക്ഷികളെ കണ്ടാണ് എന്ത് പഠിക്കാനുണ്ട്? ഉദാഹരണമായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ വേഴാമ്പൽ. ആ. ഈ വേഴാമ്പൽ എന്ന് പറഞ്ഞ പക്ഷി ഈ ആൺപക്ഷി, അതായത് പെൺപക്ഷി മുട്ടയിടാനായിട്ട് കൂട്ടിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ആൺപക്ഷി വന്നിട്ട് ഈ പൊത്തങ്ങ് മൂടിക്കളയും. എന്നിട്ടൊരു ചുണ്ട് മാത്രം വെളിയിലോട്ടങ്ങ് ഇടും. ഈ സമയത്ത് ആൺപക്ഷി പുറത്ത് കറങ്ങി നടന്ന് അവിടെ നിന്നുള്ള ഭക്ഷണങ്ങളെല്ലാം ശേഖരിച്ച് മുട്ട വിരിയുന്നത് വരെ ഈ പെൺപക്ഷിക്ക് കൊണ്ട് കൊടുക്കും. അങ്ങനെയാണ് പഠിക്കേണ്ടത്. അതെ, അത് സ്നേഹം കൊണ്ടാവണമെന്നില്ലല്ലോ. ചിലപ്പോ ഈ പെൺപക്ഷിയിലെ ചിലപ്പ് കാരണം ഈ ആൺപക്ഷി കൂട്ടിനകത്ത് വെച്ച് അടയ്ക്കുന്നതാണെങ്കിലോ? അല്ല ചിലപ്പോഴേ അങ്ങനെയും വരാം. ചിലപ്പോ ഈ ആൺപക്ഷിക്ക് വേറെ സെറ്റപ്പ് ഉണ്ടെങ്കിലാ. അതും വരാം. അങ്ങനെയും വരാം. എന്റെ ദൈവമേ, സംസ്ഥാന പക്ഷിയെ സംശയിക്കുന്ന രണ്ടുപേരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, അവക്ക് മീൻ കറി വെക്കാൻ അറിഞ്ഞൂടാ, പക്ഷെ അവള് പച്ചക്കറി നല്ല രീതിയിൽ വെക്കോളിയാ. പച്ചക്കറിയുടെ കാര്യമൊന്നും പറയല്ലേ. കഴിഞ്ഞ വിഷുവിന് ഇവള് മീൻ കറി വെക്കാൻ, മീൻ കറിയുടെ കാര്യം പറഞ്ഞാലോ ഞാൻ അവളും തമ്മിൽ എപ്പോഴും വഴക്ക്. വിഷുവിന്റെ അന്ന് ഞാൻ പറഞ്ഞു പുളുങ്കറി നിനക്ക് വെക്കാൻ അറിയാലോ, അങ്ങനെ ഒരു പുളുങ്കറി വെക്കാന്ന് പറഞ്ഞു. ഇവള് വെച്ചൊരു പുളിശ്ശേരി, എന്റെ ദൈവമേ, പച്ചോല പാമ്പ് ഓടുന്ന കണ്ടിട്ടുണ്ട്. അതുപോലെയാണ് എന്റെ ചോറിന്റെ ഇലയിന്ന് ആ പുളിശ്ശേരി ഇറങ്ങി ഓടിയത്. ഒറ്റ പോക്കായിരുന്നു. ജംഗ്ഷനിൽ പോയാണ് നിന്നത്. അളിയ ഞാനേ ഒരു കാര്യം പറയട്ടെ, എന്റെ പെങ്ങൾ എത്രയും പെട്ടെന്ന് വിളിച്ചോണ്ട് പറഞ്ഞ. എനിക്ക് താല്പര്യമില്ല. എന്താണ് കാര്യം? വിളിച്ചോണ്ട് പറഞ്ഞ എന്റെ പെങ്ങളെ കാര്യമല്ലേ അളിയ? എനിക്ക് താല്പര്യമില്ല പെങ്ങളുമായിട്ട് അത് ജീവിക്കാൻ. മാത്രമല്ല എനിക്ക് പറഞ്ഞോണ്ടിരിക്കുന്ന സമയമല്ല, 4 മണിയായി. എന്റെ കൊച്ചുങ്ങൾ വിളിക്കാൻ പോയിട്ട് വെട്ടാ കളി. 4 മണിക്ക് നിങ്ങൾ വിളിക്കാൻ പോകണമെന്ന് നിങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ, അവരെ വിളിക്കില്ലേ? അയ്യോ അവൾ അവിടെ ഇല്ല. എവിടെ പോയി? അവളെ ഞാൻ പറഞ്ഞു വിട്ടു, വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. അവളാ എന്നെ സീരിയലാണെങ്കിൽ സമ്മതിക്കില്ല ആ പെണ്ണ്. അവളെ വീട്ടിൽ പറഞ്ഞു വിട്ടിയായി. സീരിയൽ കാണിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് അവളെ ഞാൻ ഇറക്കി ഇറക്കി വിട്ടു. മീൻ കറി വെക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇറക്കി വിട്ടു. ഇതാണ് പറയണത്. വായി പല്ലില്ലാതിട്ട് സെറ്റ് പല്ല് വെച്ചവരാണ് ജന്മനാ പല്ലില്ലാത്തവരെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. സെൽവരാജ് ചേട്ടന്റെയും ശ്യാം ചേട്ടന്റെയും മനുഷ്യേട്ടന്റെയും സ്കിറ്റ് കഴിഞ്ഞു. നമുക്ക് നമ്മുടെ കാര്യക്കാരുടെ കമന്റ്സ് കേൾക്കാം. ഷാജ് ചേട്ടാ, സ്കിറ്റ് ആക്ച്വലി നമുക്ക് പെർഫോമൻസ് സൈഡ് ഈ പറയുന്ന പോലെ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്. ആക്ച്വലി പെർഫോമൻസ് സൈഡ് നന്നായി, ഹ്യൂമർ എത്രത്തോളം വർക്കായില്ലെന്ന് എനിക്ക് തോന്നുന്നു. മനുവൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തു, എല്ലാവരും കേട്ടോ. ശ്യാമും ഒക്കെ എല്ലാവരും പെർഫോം ചെയ്തു. നമുക്ക് അത്യാവശ്യം ചെറിയ ചെറിയ ചിരികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത്രത്തോളം എനിക്ക് അതിൻ്റെ നേരത്തെ ആ ലെവലിൽ നിൽക്കുന്നുണ്ടായിരിക്കാം, പ്രതീക്ഷ കൂടിയതുകൊണ്ടായിരിക്കാം അത്രത്തോളം ഇതായില്ലെന്ന് തോന്നി. പക്ഷേ നിങ്ങൾ പെർഫോമൻസ് സൈഡ് ഒന്നും പറയാനില്ല, നന്നായിരുന്നു, മനസ്സിലായിരുന്നു. താങ്ക് യു ചേട്ടാ. നസീർക്ക, അല്ല മീൻകറി വെക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഭാര്യയെ പറഞ്ഞു വിട്ടയാളോട് കോമഡി കുറവായ കാര്യം തീർച്ചയായിട്ടും പറയാം, ഇല്ലേ? പക്ഷെ ഞങ്ങൾ പറഞ്ഞു വിടൂല. നിങ്ങൾ മീൻകറി ഭാര്യ വെക്കാൻ പഠിച്ചാലും നിങ്ങൾ ഏക്കിയല്ലോ. പക്ഷേ ഇവിടെ നിങ്ങൾ കോമഡി അടുത്തത് ഉണ്ടാക്കുമെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് നിങ്ങളെ വിടൂല. സ്കിറ്റിൻ്റെ അകത്ത് തമാശ നമുക്ക് പോരാ.
ആയില്ല, നിങ്ങൾ ഉദ്ദേശിച്ച സാധനം വന്നില്ല. ആദ്യത്തെ ആ ഒരു സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. കാര്യം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഉണ്ടാകുന്നവരാണ്. അത് കിട്ടിയില്ല ഇതിൻ്റെ അകത്ത്. പക്ഷെ അത് ആ ഏരിയയിലേക്കൊന്നും വന്നില്ല. അത്രയേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം നന്നാക്കുക. സെൽവ, നിങ്ങളുടെ ടീം വരുമ്പോഴൊക്കെ ഒരു ഭയങ്കര എനർജിയാണ്, പ്രതീക്ഷയോടെ ഇരിക്കുക. നമ്മുടെ എന്താണെന്നറിയാം, നമ്മൾ ആ ഒരു പ്രതീക്ഷയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്കത് നിങ്ങളടുത്ത് ഇങ്ങനെ തുറന്ന് പറയേണ്ടി വരുന്നത്. നമ്മളൊരു പ്രതീക്ഷയിലായിരിക്കും. നമ്മൾ മാത്രമല്ല, കാണുന്ന പ്രേക്ഷകരും ആ ഒരു പ്രതീക്ഷയിലായിരിക്കുന്നത്. പക്ഷേ അവർക്കത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ പറയുന്നതാണ്. സ്കിറ്റിൻ ഉണ്ടാക്കുമ്പോൾ കൗണ്ടർ മസ്റ്റായിട്ട് ഉണ്ടാക്കണം, ചിരിക്കാനുള്ളതുണ്ടാവണം. ഓക്കെ, അപ്പോൾ അടുത്ത പ്രാവശ്യം ഗംഭീരമായിട്ട് വരിക. താങ്ക് യു ഇക്ക. പ്രചോദേട്ടാ. സെൽവ, മനു, ശ്യാമേ, സാധാരണ സെൽവൻ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് സാധാരണ ചിരിയുടെ പൂരമാണ്. കാര്യം പുള്ളിയുടെ കയ്യിൽ കിടക്കുന്നൊരു പരിപാടിയാണ് അത്. നിങ്ങൾ മൂന്നുപേരും നല്ല കോമ്പിനേഷനും ഒരുപാട് സ്കിറ്റുകൾ ചെയ്തിട്ടാണ്. പിന്നെ ഈ പറയുന്നത് പോലെ നമുക്ക് ഇപ്രാവശ്യം ചെയ്തപ്പോൾ അതിനകത്തൊരു ഹ്യൂമർ കുറവ് പോലെ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് വിമർശിക്കുന്നില്ല. കാര്യം ടീം വർക്കാണ്. നിങ്ങളവിടെ നിന്ന് പെർഫോം ചെയ്ത് നല്ല മാർക്ക് ബാക്കിൽ സ്ക്രീനിൽ കിട്ടണം എന്ന ആഗ്രഹമുള്ളവരാണ് ഞങ്ങളും. അപ്പോൾ അത് ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങളുടെ സെൽവനും അല്ലെങ്കിൽ ഞങ്ങളുടെ മനുവും ഞങ്ങളുടെ ശ്യാം ഇങ്ങനെയല്ല. അടുത്തതിൽ പൊളിക്കണം കേട്ടോ. പൊളിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്. അപ്പോൾ നമുക്ക് ഇനി മാർക്സിലേക്ക് കടക്കാം. സ്റ്റാർട്ടിങ് പ്രചോദേട്ടൻ. ഞാൻ ഒരു 3000 രൂപ എടുത്തു. 3000. ഷാജേട്ടാ. ഞാനൊരു 4000. 4000. 7000. ഇക്ക ഫൈനൽ റിവീൽ ചെയ്യാമോ പ്ലീസ്? ബാക്കി ചെയ്താ കിടക്കുന്നു. 15,000 രൂപയാണ് നേടിയിരിക്കുന്നത് ചേട്ടന്മാരെ. നമുക്ക് ഫുൾ ഓൺ പവർ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം അല്ലേ? ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾ വരുമ്പോൾ നമ്മുടെ ഹോപ്സ് ഇതാ ഇവിടെയാണ്. ഓക്കെ, ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. നമുക്ക് സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. എന്താണ്? നമുക്കൊരു ഗംഭീര പാട്ടുകാരനാണ്. സ്കിറ്റല്ല, വൈറൽ പാട്ടുകാരനാണ്. ഇനി താമസിക്കുന്നില്ല, നമുക്ക് സ്വാഗതം ചെയ്യാം ഫലാലേ. ഫല അലി എവിടെയായിരുന്നു? നമസ്കാരം. വരേണ്ട സമയം കഴിഞ്ഞ് അതിക്രമിച്ച് അതെ, വരുമ്പോ നമ്മള് ശക്തമായി വരും അല്ലേ? എന്തൊക്കെയാണ് ഇപ്പൊ പരിപാടികൾ, പ്രോഗ്രാംസുകൾ? ഇപ്പൊ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. പിന്നെ ഒരു കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്, ലെക്ചറാണ്. എന്ത് സബ്ജക്റ്റാ? മീഡിയ സബ്ജക്ട് തന്നെ, മൾട്ടിമീഡിയ അനിമേഷനൊക്കെ. എൽദോ മാർ ബസേലിയസ് കോളേജ്, കോതമംഗലം. ഒപ്പം നമ്മുടെ കലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെ പോകുന്നേട്ടാ. അപ്പൊ നമുക്ക് ആദ്യത്തെ പിടിച്ചോ. ഇനിയിപ്പോ നമുക്ക് കൂടുതൽ ഡയലോഗ് വേണം. ഫലാലി പൊളിച്ചോ. ഏത് പാട്ടാന്ന് വെച്ചാൽ ആദ്യം ഫലാലിയുടെ ലിസ്റ്റിൽ നമ്മുടെ ദാസേട്ടന്റെ പാട്ടുകൾ ഏറ്റവും നന്നായിട്ട് ചേരുന്ന ചുരുക്കം ചില ആക്ടേഴ്സിൽ ഒരാളല്ലേ മമ്മൂക്ക. അതെ അതെ അതെ. മമ്മൂക്കായുടെയും ദാസേട്ടന്റെയും ഒരു പാട്ട് പാടിയാലോ നമുക്ക്? വെണ്ണീല ചന്ദനക്കിണ്ണം മടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകം കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം, മഞ്ഞണിത്തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാലിമേയുന്ന പുല്ലാനിക്കാട്ടിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാം, കാറ്റിൻ പാദസരങ്ങൾ കിലുക്കാം, കുന്നി മഞ്ചാടിക്കുന്നിലേറാ. വെണ്ണില ചന്ദനക്കിണ്ണം പൊന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകം കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം, മഞ്ഞണിത്തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാലിമേയുന്ന പുല്ലാനിക്കാട്ടിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാം, കാറ്റിൻ പാദസരങ്ങൾ കിലുക്കാം, ഒന്നി മഞ്ചാടിക്കുന്നിലേറാ. പിന്നിൽ വന്നു കണ്ണുപൊത്താ, കണ്ടുവെന്ന് കള്ളം ചൊല്ലാ, കാണാത്ത കഥകളിലെ രാജാവും റാണിയുമാകാം. ഓണവില്ലു കൈ
കൈകളിലേന്തി ഊഞ്ഞാലാടാ പീലി നീർക്കുന്ന കോലമയിലായി മൂകിലോടുന്ന മേട്ടിലൊളിക്കാം സ്വർണ്ണമീനായി നീന്തി തുടിക്കാം വഞ്ചിപ്പാട്ടിന്റെ വെണ്ണിലേറാ വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ കണ്ണാരം പൊത്തിക്കളിക്കാൻ മണ്ണപ്പം ചുട്ടു വിളമ്പാൻ ചക്കരമാവിൻ ചോട്ടിൽ കൊത്തങ്കല്ലാടാമെന്നും ആലിലകൾ നാമം ചൊല്ലും അമ്പലം കാണാം നാളെ കിന്നാരക്കുരുവിക്ക് ചോറൂ പിന്നെ അണ്ണാറ കണ്ണന് പാലൂട്ട് ദൂരെ അപ്പൂപ്പൻ താടിക്കു കല്യാണം കുട്ടിയാനക്കു നീരാട്ട് വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ കാലിമേയുന്ന പുല്ലാനിക്കാട്ടിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാം കാറ്റിൻ പാദസരങ്ങൾ കിലുക്കാം ഒന്നി മഞ്ചാടിക്കൊന്നിലേറാ സൂപ്പർ സൂപ്പർ ഗംഭീരം. രക്ഷയില്ല. കോളേജിലെ മൊത്തം ഫാൻസ് ആയിരിക്കുമല്ലോ അല്ലേ? അങ്ങനെയല്ല, അത്യാവശ്യമുണ്ട്. അത്യാവശ്യമൊന്നുമല്ല. അലി അപ്പം കല്യാണം കഴിച്ചതാണ്? അതെ അതെ അല്ലേ? രണ്ട് കുട്ടികളുണ്ട്. കുട്ടികളുടെ പേര്? കുട്ടികളുടെ പേര് ആദം, ഒന്ന് സാറ. ഏതൊക്കെ ക്ലാസ് സ്കൂളിൽ പഠിക്കുന്നുണ്ടോ? 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സാറ LKG. വൈഫിന്റെ പേര് പറഞ്ഞില്ല? ആഷിഫ അഷ്റഫ് എന്നാണ് പേര്. ഞാൻ സ്നേഹപൂർവ്വം പിങ്കി എന്നാണ് വിളിക്കുന്നത്. പിങ്കി. വൈഫ് സ്നേഹപൂർവ്വം അലി എന്താണ് വിളിക്കുന്നത്? അങ്ങനെ സ്നേഹം കൂടുമ്പോ ഇക്കാന്നൊക്കെ ഇക്കാന്ന് വിളിക്കാറില്ല, അവള് എന്റെ പേരെ വിളിക്കാറ് ഫലു എന്നാണ് വിളിക്കാറ്. വേറെ ആരാണ് വീട്ടില് ഇതേപോലെ കലാകാരന്മാരായിട്ടുള്ളത്? സഹോദരന്മാര്, സഹോദരി? എന്റെ ബ്രദർ ഒരാള് പാട്ടുകാരനുണ്ട്, മനാഫ് അലി എന്ന് പറഞ്ഞിട്ട്. പ്രൊഫഷണൽ ഷോ ഒക്കെ ചെയ്യുന്ന ആളാണ്. പിന്നെ ഫാദർ നല്ലൊരു പാട്ടുകാരനായിരുന്നു. വീട്ടിൽ അത്യാവശ്യം എല്ലാവരും പാടും. നമ്മള് വീട്ടിലൊരു ഫംഗ്ഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ആളെ വിളിക്കേണ്ട വരാറില്ല. അപ്പൊ അലി നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ? നമുക്ക് അടുത്ത ഗാനം നമുക്ക് ലാലേട്ടന്റെ ഒരു പാട്ട് പാടിയാലോ? ഇപ്പൊ ലാലേട്ടന്റെ ഒരു ദാസേട്ടൻ ഗാനം. അപ്പൊ ഇതിലൊരു കാര്യം പറയുകയാണെങ്കിൽ ശരിക്ക് ദാസേട്ടന്റെ പാട്ടുകൾക്ക് ഏറ്റവും നന്നായിട്ട് ലിപ്പ് ചെയ്യുന്നത് ലാലേട്ടനല്ല. കാരണം വളരെ നീണ്ട സെമി ക്ലാസിക് ഫ്രൈസുകൾ പോലും വളരെ അനായാസമായിട്ട് ലാലേട്ടൻ പാടും. അതൊരു അത്ഭുതമാണ് ശരിക്കും നമ്മൾ കാണുമ്പോൾ. എങ്ങനെയെന്ന് ഇത് ചെയ്യുന്നതെങ്ങനെയെന്ന് വളരെ അത്ഭുതം. അപ്പോൾ നമുക്ക് അവരുടെ ഒരു കോംബോ ഒന്ന് നോക്കാം. പവിത്രം എന്ന ചിത്രത്തിലെ ഇതിലൊരു പേഴ്സണൽ ഒരു സന്തോഷം കൊണ്ടും ഉണ്ട് പ്രചോദനം. എന്താ വെച്ചാലേ ഈ പാട്ട് ഞാൻ ഒന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ പാടിയിട്ടായിരുന്നു. അപ്പൊ അത് കേട്ടിട്ട് എന്നെ ഒരാൾ വിളിച്ചു, ശരത്തേട്ടൻ. അതിന്റെ സംഗീത സംവിധായകനുള്ള ശരത്തേട്ടൻ എന്നെ വിളിച്ചു. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, റെൻസൺ തോട്ടുങ്കൽ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താണ്. അപ്പൊ നേരെ അയച്ചു കൊടുത്തു പാട്ട്. അപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞേ, എടാ ഒരു സർപ്രൈസ് മിക്കവാറും ഉണ്ടാവും, നീ ഫോൺ അറ്റൻഡ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരുന്നോ എന്നൊക്കെ പറഞ്ഞു. എന്നാലും നമ്മൾ ഇത് പ്രതീക്ഷിക്കുമല്ലോ. രാവിലെ തന്നെ വിളിച്ചേക്കാ, എടാ നിന്റെ പാട്ട് ഞാൻ കേട്ടായിരുന്നു, നല്ലതാണ്, നല്ല സ്വരമാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ കിളി മറന്നു പോയി. നീ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യണം, ഒരു പ്രാവശ്യം വന്ന് മീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സന്തോഷകരമായിട്ട് ഒരു നല്ലൊരു നിമിഷം. ഞാൻ അതൊക്കെ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, അതൊരു സ്വപ്നമായിട്ട് തന്നെ അങ്ങനെ കാണാനാണ് ആഗ്രഹം. ലാലേട്ടൻ ദാസേട്ടൻ കോമ്പോയിലേക്ക്. ഓക്കെ ഓക്കെ.
താളമയഞ്ഞ ഗാനമപൂർണം തരളലയം താഴും രാഗധാര മന്ദം മായും നൂപുരനാദം മാനസമോഘനശ്യാമായ മാനം താളമയഞ്ഞ ഗാനമപൂർണം തരളലയം താഴും രാഗധാര മന്ദം മായും നൂപുരനാദം മാനസമോഘനശ്യാമായ മാനം ആലോലം ആശാലോലം ആരാരോ പാടും ഗാനം കുഞ്ഞി കണ്ണു ചിമ്മി ചിമ്മി ഏതോ പൈതൽ മുന്നിൽ വന്ന പോലെ ഏതു ജീവൽ ഗാനം വാഴ്വിൻ്റെ കോയിലിൽ സോപാനഗാനമാ ആടുന്ന നാഗിനി പോലിപ്രവാഹിനി ജീവന്റെ സംഗീതം താളമയം ഗാനമപൂർണം തരളലയം താഴും രാഗധാര മന്ദം മായും നൂപുരനാദം മാനസമോഘനശ്യാമായ മാനം താളമയഞ്ഞ ഗാനമപൂർണം മാനസമോഘനശ്യാമായ മാനം ശരത്തേട്ടൻ വിളിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വിളിച്ചില്ലേലും അത്ഭുതമുള്ളൂ അല്ലേ? അത് വിളിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ അംഗീകാരം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. തീർച്ചയായും ചേട്ടാ. ഇല്ല, അടുത്ത സിനിമയിലുണ്ട് 100% ഉറപ്പാ. അല്ല അദ്ദേഹം പറയണ്ട, ഉറപ്പാ. പ്രസാദേട്ടന്റെ പൊന്നാവട്ടെ വാക്കുകൾ. വലിയൊരു രക്ഷയില്ലല്ലേ. കാര്യം സെലക്ഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെയുള്ള സെലക്ഷൻസ് ഒന്നും ആരും പാടി കേട്ടിട്ടില്ല. ഈ പാട്ടിന് ഒരു ചെറിയ പ്രശ്നം കൂടി ഉണ്ട് ചേട്ടാ. ഓരോ വരികളിലും സംഗതിയാണ്. വലിയ പാടാണ് ഇത് പാടി ഫലിപ്പിക്കാനായിട്ട്. ഒരു കോമ്പോസിഷനാണ് അദ്ദേഹത്തിന്റെ. നമുക്ക് അടുത്ത പാട്ടും കൂടി പാടിയിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം അല്ലേ? അടുത്ത പാട്ട് അടുത്തത് നമുക്കൊരു ഇത്തിരി ഫാസ്റ്റ് നമ്പർ വരെ പാടി. അല്ല, നമ്മൾ പറയാൻ നിൽക്കരുത്. അത് പറയാൻ നിൽക്കരുത്. അപ്പൊ നമുക്കൊരു പണി ചെയ്യാം. അപ്പൊ എപ്പോഴും ദാസേട്ടന്റെ പാട്ട് എന്ന് പറയുമ്പോൾ സെമി ക്ലാസിക് മെലഡി അങ്ങനെയുള്ള പോകാറ്. നമുക്കൊന്ന് വെറൈറ്റി പിടിച്ചാലോ? തീർച്ചയായിട്ടും. ഒരു കണ്ണട വെക്കണം കൂടെ വിരോധമില്ല. തൊപ്പി കൂടി വെച്ചോ. എന്തായാലും തൊപ്പി വേണ്ടി വരും. ഒരു ചിക് 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 ചിറകിൽ മഴവില്ല് വിരിക്കും മനസ്സേ ശുക്രിയ ശുക്രിയ. ഓ കുറുകി കുഴലൂതി പാടും കുയിലേ ശുക്രിയ ശുക്രിയ. ഒരു ചിക് 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 ചിറകിൽ മഴവില്ലു വിരിക്കും മനസ്സേ ശുക്രിയ ശുക്രിയ. ഓ കുറുകി കുഴലൂതി പാടും കുയിലേ ശുക്രിയ ശുക്രിയ. നിൻ പാട്ടിനു കൂട്ടി
പാട്ടിനു പോരാ കുളിമുത്തുകൾ വാരി വിതയ്ക്കാം ഈ നീല നിലാവിനു നേരാം ശുക്രിയ 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 ഒരു ചിക് 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 ചിറകിൽ മഴവില്ല് വിരിക്കും മനസ്സേ ശുക്രിയ ശുക്രിയ ആക്ച്വലി ബോറാകുമ്പോൾ മോഡേൺ ലൈഫേ ശുക്രിയ ടോട്ടലി ഫൂളാകുമ്പോൾ ക്യാമ്പസ് ലവേ ബൈ ബൈ ശുക്രിയ 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 ആക്ച്വലി ബോറാകുമ്പോൾ മോഡേൺ ലൈഫേ ശുക്രിയ ടോട്ടലി ഫൂളാകുമ്പോൾ ക്യാമ്പസ് ലവേ ബൈ ബൈ ശുക്രിയ 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 എക്സാമായ സർക്കാരിൻ ലോഡ് ഷെഡിങ്ങിന് ശുക്രിയ കൈകാട്ടുമ്പോൾ കാണാത്ത ബസ് ഡ്രൈവർക്കും ശുക്രിയ വേനൽ വന്നാൽ വെയിലായും വാട്ടർ ടാപ്പിന് ശുക്രിയ ചാനൽ തോറും വിഷമൂറും വിഡ്ഢിപ്പെട്ടിക്ക് ശുക്രിയ ശുക്രിയ ഒരു ചിക് 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 ചിറകിൽ മഴവില്ല് വിരിക്കും മനസ്സേ ശുക്രിയ ശുക്രിയ कादलन मेरिल बन्ना केणल सारे शुक्रिया क्या करूं मंगल होगा शुक्रिया 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 कादलन मेरिल बन्ना केणल सारे शुक्रिया क्या करूं मंगल होगा मेरी बहना बाई बाई शुक्रिया 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 ഓസിൽ ഡെയിലി സ്കോച്ചേകും സണ്ണിച്ചായനു ശുക്രിയ വീശിപ്പോയാൽ ഫ്ലാറ്റാകും ജോബച്ചായനു ശുക്രിയ മായ മമ്മി ദീവാനി പെർഫെക്റ്റായി ശുക്രിയ തിന്നാൻ വയ്യ എൻ വയ്യ ഡയബറ്റിക്കായി ശുക്രിയ ശുക്രിയ ഒരു ചിക് 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 ചിറകിൽ മഴവില്ല് വിരിക്കും മനസ്സേ ശുക്രിയ ശുക്രിയ കുറുകി കുഴലൂതി പാടും കുയിലേ ശുക്രിയ ശുക്രിയ ഈ പാട്ടിന് കൂട്ടിന് പോരാ കുളിർമുത്തുകൾ വാരി വിതയ്ക്ക ഈ നീല നിലാവിനു നേരാം ശുക്രിയ 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 സൂപ്പർ 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 പാട്ടും മുഴുവനും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് അതെ പാലക്കാട് ഫലാലി ശുക്രിയ 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 നിങ്ങൾക്കും ശുക്രിയ താങ്ക് യു താങ്ക് യു എല്ലാവർക്കും ശുക്രിയ. നമ്മളെ നേരത്തെ ഞാൻ അധികം സംസാരിക്കാണ്ടിരുന്നത് എന്താണെന്നറിയാമോ, എനിക്ക് സംസാരിക്കുന്നതിലും കൂടുതലായിട്ട് നിങ്ങളിരുന്ന പാട്ട് കേൾക്കാനാണ് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നത്. കാരണം 3 പാട്ട് എന്ത് ഗംഭീരമായിരുന്നല്ലേ, മനോഹരമായിട്ടുള്ള ശബ്ദം. അത് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കണ്ടോ അത് സന്തോഷം. അപ്പൊ അടുത്ത പദ്ധതികൾ എന്താണ്? സിനിമയാണോ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്, അതോ ഇനി സ്റ്റേജ് ഷോസ് നടത്താറുണ്ടോ? എവിടെയൊക്കെയാണ് സാറിന് പ്രോഗ്രാം നടത്തിയിട്ടുള്ളത്? ഇതൊക്കെയാണ് ജനങ്ങൾക്ക് അറിയാൻ താല്പര്യം. സ്റ്റേജ് ഷോസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചാനലിലൊക്കെ ചെയ്തായിരുന്നു. അടുത്ത് പ്രചോദനമൊക്കെ ഉണ്ടായിരുന്നു, പരിപാടികളുണ്ടായിരുന്നു. പിന്നെ സിനിമയിലൊക്കെ പാടാനുള്ള ഭാഗ്യം ലഭിച്ചാൽ തീർച്ചയായിട്ടും ഉറപ്പിച്ചല്ലോ. ഞാനിപ്പോഴും പറയാം, ഇപ്പൊ നമ്മള് ഫല അലി എന്ന് പലപ്പോഴും കാണുമ്പോഴും പേര് കേൾക്കുമ്പോഴും നിങ്ങളുടെ വിഷ്വൽസ് ഒക്കെ കാണുമ്പോഴും നമ്മൾ എപ്പോഴും ആലോചിക്കും, നിങ്ങൾക്കൊരു ചെയറുണ്ട്,
അത്ര മധുരമായ ശബ്ദമാണ്, മധുരമായ പാട്ടാണ്. അലി ഒരു രക്ഷയില്ല. നിങ്ങളൊരു അസാധ്യ ടാലൻ്റ് ഉള്ള ഒരു പാട്ടുകാരനാണ്. ഒരു സ്ഥാനം നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ള കാര്യം ഞാൻ ഈ ഐറ്റം വേറെ ഫ്ലോറിൽ വെച്ച് ഞങ്ങൾ പറഞ്ഞു. നിങ്ങളൊരു ഗോഡ് ഗിഫ്റ്റ് മനുഷ്യനാണ്. അതെ. അലി സംഗീതം പഠിച്ചിട്ടുണ്ടോ ശരിക്കും? സംഗീതം ഞാൻ ഒരു 4-5 വർഷക്കാലം പഠിച്ചു. ചെറുതിലെയാണോ? അല്ല 10ാം ക്ലാസ്സൊക്കെ ആ ഒരു സമയത്ത് പഠിച്ച. ഈ സംഗീതം പഠിക്കുന്നു പറയുമ്പോൾ കന്നഡ കൂടുതലല്ലേ നല്ലത്. കലാഭവനിലാണ് പഠിച്ചത്. അപ്പോൾ ഒരു 4 വർഷം പഠിച്ചു. ആരായിരുന്നു മാഷെന്നും കൂടെ ഒന്ന് പറഞ്ഞു? അരുൺകുമാർ എന്ന് പറഞ്ഞ സാറായിരുന്നു. ഓ, അരുൺകുമാർ മാഷ്. പക്ഷെ പിന്നീട് അത് ഡിസ്കണ്ടിന്യൂ ആയി. ഞാൻ പറഞ്ഞില്ലേ, ജോലിയൊക്കെ കിട്ടി അങ്ങനെ പോയിട്ട്. പക്ഷെ ഒരു സെൽഫ് സ്റ്റഡി ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ സ്വയം എടുത്ത് പഠിക്കുക, ഒരു ഹാർമോണിയം വയ്ക്കുക, അപ്പോൾ സ്വരസ്ഥാനങ്ങൾ അങ്ങനെ പിടിക്കുക, അങ്ങനെ ഒരു സ്വയം പഠനം ഇപ്പോഴും നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴത്തെ സംഗീതത്തിൻ്റെ ഒരു പോക്ക്. പിന്നെ നല്ല ലിസണറാണ്, നല്ല എല്ലാ പാട്ടുകളും കേൾക്കും. അലി ഗംഭീരമായിരുന്നു കേട്ടോ. ഒരുപാട് ഷോസുകൾ കിട്ടട്ടെ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ സിനിമയിൽ നിന്നൊക്കെ പല വിളികളും വരട്ടെ. പ്രിയപ്പെട്ട ശരത് സാർ, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് വീണ്ടും ഒരു കോള് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലേ അലി? തീർച്ചയായിട്ടും വീണ്ടും ഒരു കോള് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അതെ തീർച്ചയായിട്ടും. അലി, ഒരുപാട് സന്തോഷം. ഇത്രയും നേരം വളരെ മനോഹരമായ പാട്ടുകൾ പാടിത്തന്നതിന് വീണ്ടും അതുപോലെ ഇടയ്ക്ക് വരിക, ഐറ്റം വറയിൽ വരിക. ഒരുപാട് നന്ദി. താങ്ക് യു. നന്ദി പ്രിയ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിൽ ഇനി കുറച്ച് കല്യാണ വിശേഷങ്ങളായാലോ? വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം സൂര്യശ്രീ ചേച്ചി, വിഷ്ണു ആൻഡ് പ്രേം. ആഹാ, അപ്പൊ എല്ലാരും കൂടെ ഒത്തോണ്ടുള്ള പരിപാടിയാണല്ലേ? പ്രചോദയേട്ടാ, നിങ്ങൾ 3 പേര് ഇതിന് കൂട്ടി നിന്നല്ലേ? ഇത് കണ്ടോ, ഇന്നിവിടെ ഒരു കല്യാണം നടന്ന വീടാ. ആരുടെ കല്യാണം? ചേട്ടനപ്പൊ വിചാരിക്കും എന്റെ കല്യാണമാന്ന്. അല്ല. അപ്പൊ ചേട്ടന്റെ കല്യാണമാണോ? ചേട്ടന്റെ കല്യാണം അല്ല. അനിയന്റെ കല്യാണം? ഒട്ടുമല്ലല്ലോ. പിന്നെ ആരുടെ കല്യാണം? എന്റെ അപ്പന്റെ കല്യാണം. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ കട്ടപ്പനെ പോയി കിടക്കുമായിരുന്നു. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല, നാട്ടുകാർ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. ചേട്ടൻ അറിയാവോ, കൊച്ചിലെ എന്റെ അമ്മ മരിച്ചു പോയതാണ്. ആ പ്രായത്തിൽ ഇങ്ങനെ ഒരു പെണ്ണ് കെട്ടുവാണെങ്കിൽ എനിക്ക് വിഷയമില്ലായിരുന്നു. ഇതിപ്പോ ബലിക്കാക്ക പോലും കൊതിക്കുന്ന ഒരു പ്രായത്തില് ഈ പുള്ളി പോയി പെണ്ണ് കെട്ടിയേക്കുന്നു, അതും എന്റെ അമ്മയുടെ അനിയത്തിനെ. അപ്പം കൊള്ളാലോ. ഇതൊന്നും അല്ല കോമഡി, ഇതെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് കാരണവന്മാര് പുള്ളി കിട്ടിയിരിക്കുന്ന പേരെന്നാന്നറിയാവോ? വിവേകൻ. ഇനി ആ കൊല്ലും ഞാൻ. കല്യാണ തടവറയിൽ വെറുതെ കർപ്പൂര സുരഭിലയായി പൊലിയും ജ്വലനമല്ല നീ. ഓടരുത്. ഇല്ല, ഓടുന്നില്ല. ഇവിടെ വാ, 2 സെന്റ് അടുത്ത് വാ. 2 സെന്റ് എന്തുവാ? അല്ലേലും വേലയിടത്ത് വിവേകൻ നായർ ചെറ്റയാ. അത് ഞാനില്ലേ? അതാ പറഞ്ഞ നിങ്ങൾ ചെറ്റയാന്ന്. അപ്പനൊക്കെ ചെറ്റെന്ന് വിളിക്കുന്നത്. അത് നിങ്ങൾ പറയാൻ നിങ്ങൾക്ക് വോയിസ് ഇല്ല. സ്വന്തം തന്തേനെ സ്വത്ത് മുഴുവൻ എഴുതിയെടുത്തിട്ട് തൃശ്ശൂർ പൂരത്തിന് കണ്ണു കെട്ടിക്കൊണ്ട് ഇറക്കി വിട്ടിയ മുതലായത്. നിങ്ങൾക്ക് പറയാൻ വോയിസ് ഇല്ല. അതൊരു പഴയ കഥയാ, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം. നീ ഇപ്പൊ എന്താ ഇങ്ങോട്ട് വന്നത്? അപ്പാ, ഞാനൊരു കാര്യം അറിഞ്ഞ്, അത് സത്യമാണോ എന്ന് എനിക്കറിയണം. സത്യോ? എന്ത്? സത്യോ? നീ എന്റെ മോൻ തന്നെ. അതല്ല പറഞ്ഞത്. അപ്പാ, എനിക്ക് വേറെ സത്യം അറിയണം. എന്ത് സത്യോ? അപ്പൊ പെണ്ണ് കെട്ടിയോ? ഞാൻ കെട്ടി. അങ്ങനെയല്ലോ നീ ഉണ്ടായത്. നീ ഉണ്ടായത്? എടാ, നീ ഉണ്ടായ കാര്യമല്ലേ പറഞ്ഞത്? നീ ഉണ്ടായ കാര്യമാണ് നീ പറഞ്ഞത്. അതല്ല പറഞ്ഞത്. പിന്നെ അപ്പൻ സെക്കൻഡ് മാരേജ് കഴിച്ചോ? കഴിച്ചു. എടാ, കഴിച്ചടാ. ചക്ക് പേര് എടുക്കുന്നത്. അപ്പാ, അപ്പൻ ഇത് എങ്ങനെ തോന്നിയപ്പാ? എങ്ങനെ തോന്നിയെന്ന്? അപ്പൻ എന്നെ കുറിച്ച് ഓർത്തോ? അല്ല, എന്റെ അമ്മേനെ കുറിച്ച് ഓർത്തോ? എടാ, ഇല്ലെന്ന്. അതിനെ ഓർക്കാൻ ഞാൻ. എടാ, നല്ല കാര്യത്തിന് പോകുമ്പോഴേ ഈ ദുരന്തങ്ങളൊക്കെ ആരെങ്കിലും ഓർക്കോടാ? ഞാൻ ബെല്ലൊക്കെ വിളിച്ചു പറയാൻ കേട്ടോ. ബെല്ലൊക്കെ വിളിച്ചു പറയാൻ. എടാ, ഞാൻ എന്തിനാ കല്യാണം കഴിച്ചെന്നറിയോ? എന്തിനാ മ്യൂസിയത്തിൽ കൊണ്ടുവെക്കാനാണോ? അതല്ലെന്ന്. പിന്നെ എടാ, നാളെ നീ ഒരു കല്യാണം കഴിച്ചാണ്ടല്ലോ, അതിന് കൈ പിടിക്കാൻ വേണ്ടി ഒരു പെണ്ണോടെ വേണ്ടേ? എടാ, അതിനാണ് എന്നെ കല്യാണം കഴിച്ചാന്. ഒക്കോടെ അവിടുന്ന് ഞാൻ വല്ലതും വിളിച്ചു പറയും കേട്ടോ. ഈ പൊളിഞ്ഞ വണ്ടിയുടെ റൂട്ട് അങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് കണ്ട സർവീസ് ചെയ്തത് ഉഗ്രം വണ്ടിയത്. എന്നാ അതിന് മുന്നേ ഞാൻ ഈ വണ്ടി പൊളിക്കാൻ കൊടുക്കും. പൊളിക്കാൻ കൊടുക്കും. അപ്പ ഒരു കാര്യം ഞാൻ പറയാം. പറഞ്ഞു, ഇതിനൊറ്റ പരിഹാരമേ ഉള്ളൂ. ഡൈവേഴ്സ്. ഡൈവേഴ്സോ? ഡൈവേഴ്സ്. എടാ, അത് നടക്കത്തില്ല. അതെന്നാ? എടാ, ഞാൻ സമ്മതിച്ചാലും എന്റെ പെൺപിള സമ്മതിക്കത്തില്ല. അയ്യ, അതെന്നാ? എടാ, അവക്ക് എന്നോട് ഭയങ്കര ലവ്വാ. അയ്യടാ, ഭയങ്കര ലവ്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. ചെറിയമ്മ എന്ത്? ചെറിയമ്മേ, ചെറിയമ്മ എന്ത്? ചെറിയമ്മ തെളിഞ്ഞേ നിന്നാൽ മനസ്സും നിറഞ്ഞേ വന്നാൽ വേണം
കല്യാണം നാണം കുഞ്ഞു ഞാലാട്ടും നിറമാറിൽ ചെല്ലം ചെല്ലം താളം അയ്യോ അയ്യോ എന്നാ എന്നാന്ന് വലിവാന്ന് സ്വയം മനസ്സിലായ കളിച്ചു കയറ്റി കൂടെ എനിക്ക് വലിവാന്ന് ആ വലിവാന്ന് നിങ്ങൾക്കല്ല വലിവ് നിങ്ങൾക്കല്ല നിങ്ങൾ കാരണം എനിക്കാണ് വലിവ് ആണ്ടെ നിങ്ങൾക്ക് 25 വയസ്സുടെ ബുദ്ധിയില്ല ചെറിയമ്മക്ക് ഇത് എന്തിന്റെ കയറാ എന്താ നീ വിളിച്ചേ? ചെറിയമ്മയെന്ന് നിങ്ങൾ കാരണമാണ് ഞാനിത് മുഴുവൻ വേണ്ട ചെറിയമ്മ ക്ഷമയുടെ നെല്ലിപ്പഴ കഴിഞ്ഞിരിക്കാണ് നെല്ലിപ്പലക. അത് തന്നെ എനിക്കും പറയാനുള്ളൂ. ക്ഷമയുടെ നെല്ലിപ്പലക കഴിഞ്ഞ് നിൽക്കുവാ ഞാൻ. ഇത്രയും വർഷമായിട്ട് ഈ മനുഷ്യനെ നീ ഒന്ന് തിരിഞ്ഞു നോക്കിയോ നീ? ആര് പറഞ്ഞു? കഴിഞ്ഞ കൊല്ലം വിഷുവിന് ഞാൻ തലേന്ന് ഈ വീട്ടിൽ വന്ന് ഈ വീട്ടിൽ ആരുമില്ല. അച്ഛൻ കിടക്കുന്ന മുറിയിൽ ഞാൻ ചെന്ന് നോക്കി. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി ചെറിയമ്മേ. അച്ഛൻ ഒറ്റക്കാലം എന്ന് തപസ് ചെയ്യുന്നു. എന്തിനു വർത്തനം പറയടാ? ശുദ്ധ കള്ളത്തരം പറ. തപസ് ചെയ്യുന്നു. കള്ളത്തരം പറയരുത്. ഞാൻ ഫോണെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്റെ ദൈവമേ, ഈ വീട്ടിൽ എനിക്കൊരു നിക്കറുള്ള സ്വാതന്ത്ര്യം ഇല്ലയോ? സോറി. ശരിയാ. അതെ, അച്ഛനും മോനോട് ഇങ്ങനെ തർക്കിച്ചോണ്ട് നിൽക്കാതെ വധുവരന്മാർക്ക് മധുരം വിളമ്പായിരുന്നു. എങ്ങനാന്ന്? വധുവരന്മാർക്ക് മധുരം. ചെറിയമ്മേ സ്റ്റെപ്പ് മമ്മി. എന്റെ സ്റ്റെപ്പ് മമ്മി കഴിഞ്ഞ ദിവസം ഈ പുള്ളിക്കാരനോട് ഞാൻ ഹോസ്പിറ്റലിൽ ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോയി. ഇങ്ങനെ ബ്ലഡ് ചെക്ക് ചെയ്ത് ഡോക്ടർ എന്താ പറഞ്ഞെന്നറിയാമോ? ഈ പുള്ളിയുടെ ബ്ലഡിൽ നിന്ന് സ്ക്വാഷ് ഉണ്ടാക്കാമെന്ന്. അത്രയ്ക്ക് പഞ്ചാരയാണ് ഈ പുള്ളിയുടെ ദേഹത്ത് മുഴുവൻ. അയാൾക്ക് ഇനി മധുരവും കൂടെ ഉണ്ടാക്കി കൊടുക്കാൻ. എന്റെ സ്വന്തം തന്തയിലുള്ള ഞാൻ കുറച്ചെങ്കിലും റെസ്പെക്ട് റെസ്പെക്ട്. എന്തുവാണ് നിന്റെ അപ്പ ഇവിടെ കിടന്ന് കാണിച്ചേ? മനസ്സിലായില്ലേ? ആ റെസ്പെക്റ്റിന്റെ കൂടെ വെപ്പ് സെറ്റ് പല്ലും കൂടെ തെറിച്ചു പോയി. വീട്ടില് തോന്നിയാസം പറയരുത്. അപ്പൊ അപ്പന് തോന്നിയാസം കാണിക്കാം. താണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ വീട്ടിൽ ഒരു കുഞ്ഞിക്കാല് കാണാൻ ഞാൻ സമ്മതിക്കത്തില്ല. വേണ്ട, നീ കെട്ടണ്ട. ആഹാ, അപ്പന് സ്വന്തം കാര്യം പറയരുത്. നിങ്ങൾക്കൊരു കുഞ്ഞിക്കാലുണ്ടാവാൻ ഞാൻ സമ്മതിക്കത്തില്ല. എടാ, നീ എന്തോ ഈ പറയുന്നേ? എടാ, നിനക്ക് വേണ്ടിയാ കല്യാണം കഴിച്ചറിയോ? എനിക്ക് വേണ്ടിയോ? ഞാൻ ജോലിസിനെ പോയി കണ്ടു. ആ ജോലിസിന് എന്തോന്ന് പറഞ്ഞെന്നറിയോ? എന്തുവാ? എത്രയും പെട്ടെന്ന് നിങ്ങൾ രണ്ടാം കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് അതിലൊരു പെൺകുഞ്ഞ് ജനിക്കണം, ഇല്ലെങ്കിൽ നിന്റെ മൂത്ത പുത്രന് ദോഷമാന്ന് പറഞ്ഞു. ആണോ? അതുകൊണ്ടില്ലോ ഞാൻ ഈ കല്യാണം കഴിച്ചത്. അപ്പന് ചുമ്മാ ഇരിക്കുന്ന സമയങ്ങളിൽ ആത്മഹത്യയെ പറ്റി ചിന്തിച്ചൂടെ? അതെന്തിനാണ്? അല്ല, ഇമാതിരി കള്ളക്കല അടിച്ചിറക്കുന്നോണ്ട് ഞാൻ ചോദിച്ചതാണേ. ആരോടാണ് ഈ വർത്താനം പറഞ്ഞേ? നീ ആരോടാ ഈ വർത്താനം പറഞ്ഞേ? ഇത്രയും പ്രായമുള്ള മനുഷ്യന്റെ മുഖത്ത് നോക്കി അങ്ങനെ വർത്താനം പറയാവോ? അപ്പനും മോനും തമ്മിൽ പലതും പറയും. നിങ്ങളാരാ ചോദിക്കാൻ? അപ്പനും മോനും ഇന്നലെ വരെ, ഇന്ന് അയാളുടെ ഭാര്യയാ ഞാൻ. ഇലയ്ക്കും മുള്ളിലും കേസില്ലാത്ത ഒരു കേസായിട്ട് ഞാൻ പറയാം. അതെന്തൊരു കേസാ? നിങ്ങൾക്ക് ഈ പെരക്കകത്ത് കയറണോ? ഡൈവേഴ്സ് ആയിട്ട് കയറിക്കോ? ഇല്ല, ഞാൻ ഈ പെരക്കകത്ത് കയറ്റിയല്ല, ഉറപ്പായിട്ടും കയറ്റിയല്ല. ഇല്ല, വേണ്ടതേ, എന്നാ പിടിച്ചോ. എടാ, നടക്കുന്ന കേസ് കേട്ടല്ലോ അത്. ഇറങ്ങിക്കോ, പെരക്കകത്തുനിന്ന് ഇറങ്ങിക്കോ. പാടി പൊക്കോ. നീ എന്നെ കൂടുതൽ പേടിപ്പിക്കേണ്ട കാര്യം. ഞാൻ ഇഷ്ടം പോലെ കടത്തന്നെ കടന്ന് വളർന്നല്ല ഞാൻ. പൊക്കോ. നീ തറയിലോട്ടിട്ടെ. അവൻ എന്നെ പേടിപ്പിക്കാൻ നടക്കുന്നു. മക്കളുണ്ടായി നമ്മൾ എന്തോ ചെയ്യാനാണ് കേറും. എന്നാലും ഞാൻ ആലോചിക്കുന്നതേ, എന്നെ എങ്ങനെ ഇഷ്ടപ്പെട്ട് കെട്ടിയെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. ഞാൻ ഇവന്റെ അമ്മയെ പെണ്ണ് കാണാൻ പോയപ്പോ നീ അന്ന് ഇങ്ങനെ നിൽക്കും അടുത്ത്, ഒരു പട്ടുപാവടയൊക്കെ എടുത്ത് ഒരു ചന്ദനമൊക്കെ ഇട്ട് തുളസിക്കതിരൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുക. നിന്നെ കാണാൻ ഭയങ്കര അടിപൊളിയായിരുന്നു നിന്നെ കാണാൻ. അങ്ങനെ അന്ന് ഞാൻ മനസ്സിൽ വെച്ചാ എന്നെങ്കിലും നിന്നെ ഞാൻ വധുവാക്കുമെന്ന്. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്തുവാടാ? എന്റെ അമ്മ മരിച്ചതല്ല. ഈ തോന്നിയാത്തം പറയരുത് കേട്ടോ. അവനോടൊക്കെ എന്തിനാ സംസാരിക്കുന്നേ? നമ്മള് ഹണിമൂണിന് എവിടാ പോകുന്നേ? എനിക്കൊരു പ്ലാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈജിപ്തിൽ പോയാൽ കൊള്ളായിരുന്നു. അവിടെ എന്തോ ഉള്ളേ? അവിടെ മമ്മിയെ കാണാം. ഇവിടെ കോട്ടയത്തുള്ള സ്വന്തം തള്ളയെ കാണാൻ ഇങ്ങാര് പോയിട്ട് മാസങ്ങളെ. അപ്പൊ ആരാണ്ട് അമ്മനെ കാണാൻ പോകുന്നത്? ഇയാൾക്ക് നാളെയില്ല. ഈ ചെറുക്കന് നമ്മളെ ഇഷ്ടമല്ല, പിന്നെ നമ്മൾ എങ്ങനെ ഈ വീട്ടിലും ഈ നാട്ടിലും ഒക്കെ താമസിക്കുമെന്നേ പറയുന്നേ? ഒരു കാര്യം ചെയ്യുന്ന എഴുതേറ്റെ, ഇവനെ എന്താ ഞാൻ ശരിയാക്കേണ്ട ആവശ്യമില്ലെന്ന് ഒരു അറ്റ കാര്യമുള്ളൂ. 1.5 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ UK പോകത്തില്ല. അത്രേ ഉള്ളൂ. നീ പോയി കഴിഞ്ഞ് അതിന്റെ പുറകെ ഒരു 1.5 ആഴ്ച കഴിഞ്ഞ് ഞാനും UK വരും. അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ആരെ പേടിക്കാനാണ്? UK നമ്മൾ അടിച്ചു പൊളിക്കത്തില്ല. ഡാഡി, മമ്മിയെ എന്തിനാ ഈ തണുപ്പത്ത് ഈ പായൊക്കെ ഇട്ട് ഈ തലവണൊക്കെ ഇട്ട് ഇവിടെ വന്ന് കിടക്കുന്നത്? അകത്ത് വന്ന് കിടന്നൂടെ? നിനക്കെന്ത് പെട്ടെന്ന് ഒരു സ്നേഹം ഞങ്ങളുടെ അടുത്ത്? ഒരു മകൻ അച്ഛനും അമ്മയെ സ്നേഹിച്ചൂടെ? നീ എന്നെ ചെറ്റാതി വിളിച്ചാ ഇച്ചിരി മുമ്പ്? അയ്യോ, അത് ഞാനല്ലല്ലോ, നാട്ടുകാരല്ലേ വിളിച്ചത്. വേണ്ടേ, മുഖത്ത് നോക്കി പച്ച കള്ളം പറയുന്നത് കേട്ടോ. മമ്മേ, എപ്പോഴാ UK പോകണം? ഞങ്ങൾ ഇച്ചിരി കഴിയുമ്പോ ഞങ്ങൾ അങ്ങ് പോകും. എന്തോ നിന്റെ ഉദ്ദേശം? അല്ല, ഞാനും കൂടെ UK വരാം. എടാ, 10ാം ക്ലാസ് പോലും പാസ്സാകാത്ത നിന്നെ അവിടെ കൊണ്ടുപോയി ഞങ്ങൾ എന്തോ ചെയ്യാനാ? ഈ അപ്പൻ എങ്ങനെ വരും? എന്റെ പൊന്നു കുഞ്ഞ്, നീ അവിടെ വന്നിട്ട് നിനക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. എന്നാലും എന്നെ കൂടെ കൊണ്ടുപോകണം പ്ലീസ്. ഞാൻ ഇവിടെ ഇന്ന് തെണ്ടി തിരിഞ്ഞ് നടക്കത്തേ ഉള്ളൂ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്രയും നാൾ എന്നെ നോക്കാൻ നീ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ സമയത്ത് ഇവൾ എന്നെ നോക്കാറുണ്ട്. അതെ, ഈ ചെറുക്കനെ നമ്മൾ കൊണ്ടുപോകണോ? ഒരു കാര്യം ചെയ്, കൊണ്ടുപോ. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ ബസ്സിന് ഒരു 3 ടിക്കറ്റ് അങ്ങ് എടുക്കട്ടെ. അത്രേ ഉള്ളൂ.
ബസ്സിനാ ആ. UK-ക്കാ? അല്ല നീ ഉദ്ദേശിച്ച UK ഏതാ? യുണൈറ്റഡ് കിങ്ഡം. അയ്യോ അതല്ല, പിന്നെ? ഉത്രാലിക്കാവ്. അവിടെ ഉണ്ട് തറവാട്. ആ. ഈശ്വരാ, എന്റെ ഭാഗത്തെ തെറ്റാണേ. കോട്ടയത്തിന്റെ പടിവാതിൽ പോലും കാണാത്ത ഈ പൂവിനെയൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചു പോയത് എന്റെ കുഴപ്പമാണേ. ഇതെന്തു ഈ പറയുന്നേ? ഒരുമാതിരി നാണം കെട്ട പരിപാടി കാണിക്കരുത്. എടാ നീ ആ നാണം കെട്ട പരിപാടി കാണിച്ചേ. എടാ ഇത്രയും നാള് നീ എന്നെ നോക്കിയായിരുന്നു. അത്രയും നാള് നോക്കിയത് ഇവളാ. അതുകൊണ്ട് എന്റെ ജീവിതകാലം മൊത്തം ഇവിടെ കൂടെ തന്നെ ഞാൻ ജീവിക്കത്തുള്ളൂ. എടാ ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും മാത്രമല്ല അച്ഛനും അമ്മയും വർഷം ഓർക്കേണ്ടത്, അവരെ ജീവിതകാലം മുഴുവൻ നോക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ മക്കള് കാണിക്കണം. അങ്ങനെയാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഡാഡി മമ്മി, എന്നാ കാര്യം? വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ വിവാഹം ഒക്കെ മംഗളകരമായി കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം? എങ്ങനെ ഉണ്ടായിരുന്നു സ്കിറ്റ്? നമുക്ക് ചോദിക്കാം. നേരെ പോവാം ഇക്കയിലേക്ക്. നസറിക്ക, സ്കിറ്റ് കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുന്ന കൂടെ കുഴപ്പമുണ്ടായിരുന്നു എന്നും വേണം പറയാം. ഇത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളൊരു ത്രെഡാണ്. പ്രായം ചെന്ന അച്ഛനും അമ്മയും കല്യാണം കഴിക്കുന്ന മകനോടെ ഇങ്ങനെ നിൽക്കുന്ന കുറേ സ്കിറ്റുകൾ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കണ്ടതായിക്കോട്ടെ, അങ്ങനെ ഒരു ത്രെഡ് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചേർത്ത് വെക്കുന്നതെല്ലാം പുതുമയുള്ളതാണെങ്കിൽ നമ്മൾ ആ റൂട്ട് വിട്ടുകളയും. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്തിയില്ല. മൊത്തത്തിൽ എന്തോ ക്ലാഷ് ഉണ്ട്, റിഹേഴ്സൽ കുറവിൻ്റെ ഫീലിംഗ് ഉണ്ട്. സൂര്യശ്രീ മാത്രം എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട്, സൂര്യശ്രീ പല ഭാഗത്ത് ഇട്ട് കൊടുക്കുകയും പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. പലതും അച്ഛൻ മറന്നു പോയിട്ടല്ലേ. പ്രേം ഇപ്പോഴും ഈ നിലത്തോട്ട് നോക്കിയുള്ള ആ ഡയലോഗ് പ്രസൻറ്റേഷൻ മാറ്റിയിട്ടില്ലല്ലേ? അത് മാറ്റണം കേട്ടോ. നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന 2 ആർട്ടിസ്റ്റുകളാണ് ഇപ്പുറം നിൽക്കുന്നത്. അപ്പോൾ അവരുടെ മുഖത്ത് നോക്കി, അവരോടാണല്ലോ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. നമ്മൾ ആരോടാണ് ഡയലോഗ് പറയേണ്ടത് അവരോട് തന്നെ പറയണം. ഇതെല്ലാം നിലത്ത് നോക്കിയാണ് പറയുന്നത്. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് എന്തോ ഒരു അങ്ങോട്ടൊരു ഗ്രിപ്പായില്ല. നിങ്ങൾ അറിയാമല്ലോ, നിങ്ങൾക്ക് ഇവിടുത്തെ എല്ലാ വഴക്കങ്ങളും അറിയാവുന്നവരാണ്. അപ്പോൾ അത് ആ രീതിയിൽ ഫോളോ ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ചേട്ടാ, നല്ല ആർട്ടിസ്റ്റുകളാണ്. പെർഫോമൻസ് സൈഡല്ല, അല്ലാതെയുള്ള എനിക്ക് തോന്നുന്നത് കുറച്ച് എവിടേക്കോ കണക്ഷൻ വിട്ടുപോയൊരു ഫീൽ തോന്നി. എന്ന് വെച്ചാൽ ഒരു പക്ഷേ എന്താണെന്ന് അറിയില്ല, റിഹേഴ്സലിൻ്റെ ആണോ എന്താണെന്ന് അറിയില്ല, കണക്ഷൻ എവിടെയൊക്കെയോ വിട്ടുപോയ പോലത്തെ. പക്ഷെ നല്ല സ്കിറ്റും നല്ല സാധ്യതയുള്ള ഹ്യൂമറിന് വളരെ സാധ്യതയുള്ള സ്കിറ്റാണത്. പലപ്പോഴും നമ്മൾ ആവർത്തന ഇതുണ്ടെങ്കിലും ഇതിനകത്ത് ഹ്യൂമർ ഒരുപാട് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു ആക്ച്വലി. പക്ഷേ അതിൻ്റെ ഒരു ചെറിയ കുറവുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തോന്നി. എങ്കിലും ആസ് ആൻ ആർട്ടിസ്റ്റ് വൈസ് നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തു. താങ്ക് യു. താങ്ക് യു ചേട്ടാ. പ്രചോദേട്ടാ? വിഷ്ണു, സൂര്യശ്രീ, പ്രേം ഒരു പറഞ്ഞ പോലെ തന്നെ കാര്യം നമുക്ക് ഒന്നും അങ്ങോട്ട് ഗ്രിപ്പായില്ല. അതാണ് ശരിക്കും നസീറൊക്കെ പറഞ്ഞാൽ ഗ്രിപ്പായില്ല. നമ്മൾ ചില സാധനങ്ങൾ തുടങ്ങുമ്പോൾ എവിടെയാണ് ഒരു പിടുത്തം, അല്ലെ എവിടെയാണ് ഹുക്ക് എന്നൊക്കെ പറഞ്ഞൊരു സാധനം അത് വർക്കായില്ല. അതിന് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് പ്രേം കളിക്കുന്നതിൽ ഈ ഒരു സാധനം പറയാനായിട്ട് പ്രേം ഭയങ്കരമായിട്ട് ലാഗ് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ പിന്നോട്ടല്ലേ പറയാൻ പോകുന്നത്. ആ ഒരു ലാഗെന്ന് പറയുന്നത് മൊത്തത്തിലൊരു കളിയെ ബാധിക്കുമെന്നുള്ളതാണ്. അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ ആ കൗണ്ടർ സ്പീഡ് അടിക്കാൻ പറ്റില്ല. കാര്യം കൗണ്ടർ അടിക്കാൻ പറ്റിയ പോയിന്റുകളും 1-2 സാധനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മിസ്സാകുന്നത് ഈ ഒരു ലാഗ് ഭയങ്കരമാണ്. പിന്നെ നസീർക്ക് പറഞ്ഞാൽ പ്രേം എപ്പോഴും താഴോട്ട് നോക്കിയാണ് കളിക്കുന്നത്. കാര്യം ഇപ്പോൾ വിഷ്ണു ആയാലും സൂര്യശ്രീ ആണെങ്കിലും ഇവിടെ നേരത്തെ ടീം കോമ്പിനേഷനിൽ കളിച്ച് അവർ പല പഞ്ചുകളും നേടിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു കോമ്പിനേഷൻ ഉണ്ടാകണമെങ്കിൽ 3 പേരുടെ സിങ്കായെങ്കിലേ ഇതിനൊരു മൂവ്മെൻറ്റ് കിട്ടുകയുള്ളൂ. പിന്നെ ഹ്യൂമർ വളരെ കുറവുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ റിഹേഴ്സലിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് കോമ്പിനേഷൻ വർക്കായില്ല എന്ന് തന്നെ പറയാം. അത് ഇനിയിപ്പോൾ അടുത്തതിൽ ടീം വർക്കാണെങ്കിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, പണിയെടുക്കണം. 3 പേർക്കും ഓൾ ദ ബെസ്റ്റ്. സ്ക്രിപ്റ്റിലും ശ്രദ്ധിക്കണം. അതെ, സ്ക്രിപ്റ്റിലും ശ്രദ്ധിക്കണം. താങ്ക് യു കാര്യക്കാർ. അപ്പോൾ അവർ കാര്യമായിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, കറക്ഷൻസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്കോർസ് അറിയാനുള്ള സമയമാണ്. സ്റ്റാർട്ടിങ് വിത്ത് നസീറിക്ക. ഞാനൊരു 4000 രൂപ കൊടുക്കാം. 4000 രൂപ. ഓക്കെ. പ്രചോദേട്ടാ? ഞാനൊരു 4000 രൂപ. അപ്പം 8000 രൂപയായിട്ടുണ്ട് ഇപ്പോൾ ടോട്ടൽ. ഇനി ഷാചേട്ടൻ പറയും പ്രൈസ് മണി എന്ന്. 15,000 രൂപയാണ് നേടിയിരിക്കുന്നത്. കുഴപ്പമില്ല, കറക്ഷൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ടില്ല ചേട്ടന്മാരെ. അപ്പം അതൊക്കെ നോട്ട് ചെയ്തിട്ട് അടുത്ത തവണ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഒരുപാട് ചിരിച്ചു. പക്ഷെ ഇന്നത്തെ ചിരിക്ക് മാത്രമാണ് നമ്മളിവിടെ ഗുഡ് ബൈ പറയുന്നത്. കൂടുതൽ ചിരികളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then, this is me, Meenakshi Sudesh, signing off from Flowers Comedy. ഇത് ഐറ്റം വെരി ഗുഡ് നൈറ്റ്.